ഇ.പി. ജയരാജൻ പാലക്കാട്ട് വാർത്താസമ്മേളനം നടത്തുകയാണ്. അതിലേക്ക് ആദ്യമായിട്ടാണ് പാലക്കാട് വെച്ച് പത്രക്കാരെ കാണുന്നത്. ഇവിടെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഡോക്ടർ സരിൻ ഇവിടെ മത്സരിക്കുകയാണ്. ഉത്തമനായൊരു ചെറുപ്പക്കാരൻ, പൊതുസമൂഹത്തോട് പ്രതിജ്ഞാബദ്ധതയുള്ള, ജനസേവനത്തിന് വേണ്ടി ജോലി പോലും രാജിവെച്ച് നിസ്വാർത്ഥ സേവകനായി പൊതുരംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ച് അതിലൂടെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡോക്ടർ സരിൻ. ഈ പാലക്കാട്ട് ജനതയ്ക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉത്തമനായൊരു സ്ഥാനാർത്ഥിയാണ്. പഠിക്കുന്ന കാലത്ത് സമർത്ഥനായ വിദ്യാർത്ഥി, മിടുക്കനായി പഠിച്ചു വളർന്നു, ഒരിടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നു, ഡോക്ടറായി, ആതുര ശുശ്രൂഷ രംഗത്ത് സേവനമർപ്പിക്കാനുള്ള മനോഭാവത്തോടു കൂടിയിട്ടാണ് ഡോക്ടറാവാൻ അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെറിറ്റിൽ അർഹതയിൽ അനുമതി ലഭിച്ച് കൃത്യസമയത്ത് തന്നെ കോഴ്സ് പൂർത്തിയാക്കി ഡോക്ടറായി പുറത്തിറങ്ങി. ഡോക്ടറായി പുറത്തിറങ്ങുന്ന കാലഘട്ടത്തിലും ഈ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ സരിൻ്റെ, ഡോക്ടറുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മെഡിക്കൽ കോളേജിലും എല്ലാ വിദ്യാർത്ഥികളുടെയും അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രിയങ്കരനായ വിദ്യാർത്ഥിയായിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ സരിൻ. അതാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം. MBBS കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സിവിൽ സർവീസ് ആഗ്രഹിച്ചു. അതിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചു. അക്കൗണ്ട്സ് ജനറൽ മാനേജരായിട്ട് അദ്ദേഹം സേവനം നടത്തി. ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്ത് ഏതാണ്ട് ഒരു 5-6 വർഷക്കാലം വലിയ ശമ്പളം വാങ്ങി ജീവിച്ചു. പക്ഷെ അദ്ദേഹം അപ്പോൾ ജനങ്ങളോടൊപ്പമായിരുന്നു. അദ്ദേഹം അന്ന് ജനസേവനത്തിൻ്റെ വഴികളാണ് ചിന്തിച്ചത്. അങ്ങനെ തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൻ്റെയും മറ്റ് സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല സ്വീകരിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് കൃഷിക്കാരോടും തൊഴിലാളികളോടും ഒപ്പമായിരുന്നു. ഇടതുപക്ഷ മനസ്സായിരുന്നു. ആ ഇടതുപക്ഷ മനസ്സുമായി അദ്ദേഹം കടന്നുപോയി. അങ്ങനെ ആ സേവന രംഗത്ത് പ്രവർത്തിച്ച് അദ്ദേഹം പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് ഇവിടെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്നത്. ഏതാണ്ട് ഒരു 5-6 വർഷക്കാലം പ്രവർത്തിച്ച് വലിയ ശമ്പളം വാങ്ങി ജീവിച്ചിരുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, ഒരു ഡോക്ടർ, ഏത് രംഗത്തും പണമുണ്ടാക്കണമെങ്കിൽ പണമുണ്ടാക്കാനുള്ള സാഹചര്യമുള്ള ഒരു ഉന്നതനായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി അത് രാജിവെച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും അപൂർവമായ ഒരു സംഭവമാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയത്തിൽ സത്യസന്ധതയും നീതിയും ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായി. അദ്ദേഹം വിശ്വസിച്ച കോൺഗ്രസ് പാർട്ടി വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണ്. ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും
നിഷ്പ്രഭമാക്കിക്കൊണ്ട് വ്യക്തി താല്പര്യങ്ങളുടെ പിന്നാലെയും സാമ്പത്തിക താല്പര്യങ്ങളുടെ പിന്നാലെയും കോൺഗ്രസും അതിൻ്റെ നേതാക്കളും സഞ്ചരിക്കുന്നു. രാജ്യത്തിൻ്റെ പുരോഗതി അവർക്കൊരു പ്രശ്നമേ അല്ല. അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വല്ലാത്ത തരത്തിൽ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തോട്, വലതുപക്ഷ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ആ വിയോജിപ്പിൽ നിന്നാണ് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും യോഗ്യനായ, ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഏറ്റവും അർഹതയുള്ള, ജനസേവന പാരമ്പര്യമുള്ള, ജനങ്ങളിൽ ജീവിതമർപ്പിക്കാൻ പ്രതിബദ്ധതയോടുകൂടി വൻ ശമ്പളം ലഭിക്കുന്ന ജോലി ഉപേക്ഷിച്ച് പൊതുരംഗത്ത് പ്രവർത്തിച്ച ആ നല്ല ചെറുപ്പക്കാരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അണിനിരത്തുകയാണ്. ഈ നാടിൻ്റെ സമഗ്ര മേഖലയിലും പാലക്കാടിൻ്റെ സമഗ്ര മേഖലകളിലും വികസന മുരടിപ്പാണിപ്പോൾ. ആ വികസന മുരടിപ്പിനെ മാറ്റിമറിച്ച് വികസനോന്മുഖമായൊരു പാലക്കാട്, ഇവിടെ കാർഷിക മേഖല, നഗരമേഖലകൾ, അതുപോലെ തന്നെയുള്ള മറ്റ് ജനവാസ മേഖലകൾ, ഇവിടെയെല്ലാമുള്ള പിന്നോക്കാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഈ പാലക്കാടിനെ ഐശ്വര്യസമ്പുഷ്ടമാക്കാൻ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ട്, ഒരുപാട് ആശയങ്ങൾ വെച്ചുകൊണ്ട്, ഒരുപാട് ആശയങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും തുടർന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനം, ഒരു പ്രതിഭാശാലിയായി ഉയർന്നു വന്ന് ആ പ്രതിഭയിലൂടെ ഈ പാലക്കാട് പ്രദേശത്തെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിന്നാലെ നടന്ന സ്ഥാനമാനങ്ങൾ നേടുക എന്നുള്ളതല്ല. ജനസേവനം, മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കുക, സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും യുവാക്കളും അനുഭവിക്കുന്ന വേദനകൾ നേരിട്ട് കണ്ട് ആ വേദനകൾക്ക് ആശ്വാസം കൊടുക്കാൻ ഒരു ഡോക്ടറെ പോലെ, ഒരു രോഗിയോടുള്ളൊരു ഡോക്ടറെ പോലെ തന്നെ അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ, ഒരു ഡോക്ടറുടെ, ഒരു മനുഷ്യൻ്റെ രോഗനിർണയത്തിലും അതിനെ പരിഹരിക്കാനുള്ള ചികിത്സ എന്നതുപോലെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളെ മാറ്റിമറിച്ച് ഒരു പുതിയ നാടാക്കി മാറ്റാൻ, ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാൻ തൻ്റെ മുൻഗാമികളെല്ലാം ഉപേക്ഷിച്ചു പോയ, പല സ്ഥാനമാനങ്ങളും വഹിച്ചെങ്കിലും നാട് പഴയതുപോലെ തന്നെ നിൽക്കുന്നു. അതിനെ മാറ്റിമറിക്കാനുള്ള ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാനുള്ള വലിയ പ്രതീക്ഷയോടു കൂടിയിട്ടാണ് ഡോക്ടർ സരിൻ ഈ നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. തീർച്ചയായും പാലക്കാട്ടെ ജനതയുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ സരിൻ ജയിക്കും. സരിൻ ജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്, ഈ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ്, ഇവിടുത്തെ കർഷക ജനസാമാന്യത്തിന് ആവശ്യമാണ്, ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളുമെല്ലാം ആഗ്രഹിക്കുന്നത് സരിൻ ജയിക്കണം, ജയിച്ചു വരണമെന്നാണ്. ആ ദൗത്യം നിർവഹിക്കാൻ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സരിനെ വിജയിപ്പിക്കാൻ ഉത്തമനായൊരു പൊതുസേവകൻ, ജീവിതത്തിൽ ജനസേവനത്തിന് മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ ഇവിടെ ജനവിധി നേടുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മത്സരമാണെങ്കിൽ പോലും ആ രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ലക്ഷ്യബോധത്തോടുകൂടി എല്ലാ പാർട്ടിയിലും പെട്ട ജനങ്ങൾ ചിന്തിക്കും. എല്ലാ പാർട്ടിയിലും പെട്ട ജനങ്ങൾ
ഡോക്ടർ സരിന് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ വെച്ചു പുലർത്തുന്നത്. പാലക്കാട് ജനതയുടെ ആഗ്രഹം സഫലീകരിക്കും എന്നാണ് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മാധ്യമക്കാരുടെ എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പെട്ടെന്നല്ല, എല്ലാം ഓരോരുത്തർ വരുന്നതും പോകുന്നതും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. നിങ്ങളിവിടെ വന്നത് പെട്ടെന്നല്ലേ? അതിൻ്റെ കാരണം കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു ഇടതുപക്ഷ മനസ്സായിരുന്നു. അങ്ങനെയാണ് പലരും ഇടതുപക്ഷത്തോടൊപ്പം വന്നിട്ടുള്ളത്. ആ ഇടതുപക്ഷ മനസ്സുമായി നടക്കുന്ന അദ്ദേഹം ആ ഇടതുപക്ഷ മനസ്സിന് ഒരു സ്ഥാനം കണ്ടെത്തിയത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്, CPM-ലാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഒരു വൻതുക ശമ്പളം പറ്റി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ജോലി ഉപേക്ഷിച്ച് സാമൂഹ്യ സേവനത്തിന് ഇറങ്ങുകയല്ലേ? ആ മാഹാത്മ്യത്തെ എന്തുകൊണ്ട് കാണുന്നില്ല? നിങ്ങൾ ആ മാഹാത്മ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. എല്ലാവരുടെയും സഹായവും സഹകരണവുമാണ് വേണ്ടത്. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. ഒരു സങ്കുചിത വലയത്തിനകത്തല്ല, വിശാലമായ ഒരു മനസ്കഥയുടെ ഉടമയാണ് അദ്ദേഹം. എല്ലാ പാർട്ടിയിലും പെട്ടവരും ഒരു പാർട്ടിയിൽപ്പെടാത്തവരും എല്ലാ ജാതിമത വിശ്വാസികളും എല്ലാവരും സഹായിക്കുന്ന, എല്ലാവരും പിന്തുണ നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ ഒന്നുമല്ല, നല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, ജനങ്ങളുടെ പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഡോക്ടർ സരിനുമായിട്ടൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും മാറും. തെറ്റിദ്ധാരണ വെച്ച് പുലർത്തവരുടെ അഭിപ്രായം മാറും. സരിൻ ജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും. ഞാൻ അദ്ദേഹവുമായിട്ട് ഇവിടെ വന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹവുമായിട്ട് കാരണം ഇവിടെ ഒട്ടനവധി സഖാക്കൾ, പാർട്ടി പ്രവർത്തകന്മാർ പാർട്ടിയിലേക്ക് വരുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരുമായിട്ടൊന്നും ഞാൻ സംസാരിക്കാറില്ല. സാധിക്കില്ല, നിങ്ങൾക്കറിയാം. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു, ഇന്ന് സംസാരിച്ചിരുന്നു. ഇന്ന് ഞാനിവിടെ വന്ന് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം ഈ സ്ഥാനാർത്ഥിയാകുമ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനന്ന് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, കേരളത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ, അദ്ദേഹം വിളിച്ചതായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറുണ്ട്. അതിനുശേഷം അദ്ദേഹം അൻവറിന് ഏതെങ്കിലും ഒരാൾക്ക് പകരം വേറൊരാളാകുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. എല്ലാ മനുഷ്യനും പ്രത്യേക വ്യക്തിത്വമുണ്ട്. ഇവിടെ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സവിശേഷത ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഗുണകരമാണോ? നിങ്ങളെന്തുകൊണ്ട് എന്നോടൊപ്പം എന്ന് ചോദിക്കാത്തത്, നിങ്ങളോടൊപ്പമാണെന്ന് ചോദിക്കാത്തത്? നിങ്ങളുടെ വ്യക്തിത്വം കുറഞ്ഞതുകൊണ്ടാണോ? ഓരോ മനുഷ്യനും അവരവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഒരു പരാമർശം ഒരു പുസ്തകത്തിന്റെ പേരിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപിയുടേതാണോ ഈ ആത്മകഥ ഇപ്പോൾ പുറത്ത് വന്നത്? എൻ്റെ ആത്മകഥ ഞാൻ ഇപ്പോഴെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായനില്ല. ഇന്നലെ രാവിലെയാണ് കണ്ടത്. ഇന്നലെ 10:30 ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം. നിങ്ങൾക്കതിൽ എന്തെങ്കിലും സംശയം തോന്നിയോ? പ്രസാദനം? എൻ്റെ പുസ്തകം, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം, ഞാനല്ലേ അത് പ്രസിദ്ധീകരിക്കേണ്ടത്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണത്. അതെങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക? ഇന്നലെ 10:30 ഞാൻ ഒരാൾക്കും അതിൻ്റെ പ്രസാധന ചുമതല കൊടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് പല പ്രസാധകരും വന്നിരുന്നു, DC ബുക്സുകാർ വന്നിരുന്നു, മാതൃഭൂമി ബുക്കിൻ്റെ ആളുകൾ വന്നിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച തീരുമാനം ആയിട്ടില്ല.
എന്ന് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരാൾ ചോദിക്കും. ഒരാൾ എൻ്റെ ആത്മകഥ എഴുതാൻ കരാർ കൊടുത്താൽ ആത്മകഥയാവും. നിങ്ങൾ ആദ്യം ധരിക്കേണ്ടത് ഞങ്ങളൊക്കെ ആത്മകഥ എഴുതുമ്പോൾ അവരവർ തന്നെ എഴുതുക. ഇതാരെങ്കിലും കൂലിക്കെഴുതിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. ഞാനാണ് എഴുതുന്നത്. ഞാൻ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഹാൻഡ് റൈറ്റ് വളരെ മെച്ചപ്പെട്ട ഹാൻഡ് റൈറ്റ് അല്ല, ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ഒന്ന് തയ്യാറാക്കി വാചകശുദ്ധി വരുത്തി ഭാഷാശുദ്ധി വരുത്തി തയ്യാറാക്കാൻ ഒരു നല്ല എഴുത്ത് രംഗത്ത് പരിചയമുള്ള ഒരാളെ അങ്ങ് ഏൽപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയതല്ല, ഇത് കുറേ കാലമായി എൻ്റെ ഈ ആത്മകഥ എഴുതാൻ തുടങ്ങിയിട്ട്. ഞാൻ ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് അധികാരമുള്ളൂ. ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു ഡി സി ബുക്കും പിന്നെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ അധികാരപ്പെടുത്തിയിട്ടില്ല, ചുമതല കൊടുത്തിട്ടില്ല. ഇതിലിപ്പോൾ എൻ്റെ ബുക്കിൻ്റെ പേജിൽ അതിൻ്റെ കവർ പേജ് പോലെ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്നലെയാണ് കാണുന്നത്. അതിൻ്റെ ആമുഖം എഴുതണ്ടേ, മുഖവരി എഴുതണ്ടേ, അതിൻ്റെ കൺക്ലൂഷൻ വേണ്ടേ? നിങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ഞാൻ എഴുതുന്നതാണ് എൻ്റെ ആത്മകഥ. അത് ഞാൻ അധികം താമസിയാതെ തന്നെ ഇപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള എൻ്റെ ആത്മകഥ ഞാൻ അടിയന്തരമായും അധികം താമസിയാതെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആത്മകഥ എന്താണെന്ന് മനസ്സിലാവും. സാധാരണഗതിയിൽ എൻ്റെ ഒരു അങ്ങനെ ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരാളല്ല. ഇതിലെന്തോ വഴിവിട്ട് എന്തോ ചില സംഭവങ്ങൾ നടന്നതായിട്ട് വേണം സംശയിക്കാൻ. അതെന്താണെന്നുള്ളത് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പുസ്തകം ഞാനറിയാതെ പ്രസിദ്ധീകരിക്കുക, എൻ്റെ പുസ്തകം ഞാനറിയാതെ പിന്നെ അതിൻ്റെ ചില ഭാഗങ്ങളെന്ന് പറഞ്ഞു പറയുക. ഇവിടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കാര്യവും എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയതല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ എഴുതിയതല്ല. എങ്ങനെയാണ് ഇത്തരത്തിൽ വന്നത്? അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ പ്രമുഖമായൊരു പത്രമാണ്. ആ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് പേജിൽ വരണമെങ്കിൽ ചെറിയ നിസ്സാരമായ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. അതിശക്തമായിട്ടുള്ള ചില ഗൂഢാലോചനകളും. ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു പ്രഖ്യാപനങ്ങളും നടപടികളും വന്നത് ആസൂത്രിതമാണ്. ഇവിടെ 3 മണ്ഡലങ്ങളിൽ, ഒരു ലോകസഭാ മണ്ഡലം, 2 നിയമസഭാ മണ്ഡലം, ഈ 2 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ശക്തമായി മുന്നേറുകയാണ്. പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും ഇടതുപക്ഷം ജയിക്കും. അവിടെ കോൺഗ്രസ് ദയനീയമായി തോൽക്കും, BJP തോൽക്കും. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വരുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാം എന്ന് ധരിച്ച് ആസൂത്രിതമായി നടത്തിയതാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഏതാണ്ട് 2023 ആദ്യമാണ് എന്നെ കാണാൻ BJPയുടെ അഖിലേന്ത്യാ നേതാവ്, ഒരു മുൻമന്ത്രിയായിട്ടുള്ള ജാവേദ് ഖർ, അദ്ദേഹം കടന്നു പോകുമ്പോൾ ഞാനവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ പറ്റും. അദ്ദേഹം എന്നോട് പറയും, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോഴത്തെ BJPയുടെ ഒരു പ്രധാനിയാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനമൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കണ്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഞാൻ പറഞ്ഞ സന്തോഷം. എനിക്കൊരു പരിപാടിയുണ്ട്, ഞാൻ പോകും. 5 മിനിറ്റ് കൊണ്ട് ഞങ്ങളവിടെ പോയി. എന്താ പത്രക്കാരെ നിങ്ങൾ ചെയ്തത്? ഏതാണ്ട് ഏപ്രിൽ മാസത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത്? 1.5 കൊല്ലം മുമ്പല്ലേ സംഭവം? അത് വെറുതെ സംഭവിച്ചതാണ്. അതൊരാസൂത്രിതമാണ്. ഇതും അതുപോലെ ഒരു ആസൂത്രിതമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ
സംഘടിതമായൊരു പ്ലാൻ ഉണ്ടാക്കി പ്രസ്താവന നടത്തുക. ഇതിന് ശക്തമായിട്ടുള്ള അന്വേഷണം വേണം, ഇതിന് ശക്തമായിട്ട് നടപടികൾ ഉണ്ടാകണം. അതുതന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നിയമ നടപടികൾ, DC ബുക്ക്, ഞാൻ എഴുതിയ എൻ്റെ ബുക്കിൻ്റെ പ്രസാധനം ഇന്നലെ 10:30 മണിക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും? എങ്ങനെയാണ് ചെയ്തത്? ഇത് സാധാരണ മട്ടിൽ വന്നതാണോ ഇത്? ഇതൊരു ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ്. ഞാനതെല്ലാം പരിശോധിക്കുകയാണ്. ഒരു കാര്യം, DC ബുക്സിന് എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമെന്ന പേരിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ എന്താ അവകാശം? ഞാൻ അവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? എന്ത് കരാറ്? ഞാൻ പറയട്ടെ, ഞാൻ ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കിയിട്ടില്ല. അതിൻ്റെ ആകെ വന്നതിന് ശേഷമുള്ള വായന നടന്നു കഴിഞ്ഞിട്ടില്ല. അതിൽ പല തെറ്റുകളോ തിരുത്തലുകളോ വേണമെന്ന് പോലും നോക്കിയിട്ടില്ല. ഞാനൊക്കെ എടുത്ത് കണ്ടു. ഞാനെടുത്ത് കാണുന്നത് ഞാൻ എവിടുന്ന് കാണാൻ? ഈ നിങ്ങൾ ഇന്നലെ ചാനലിൽ പ്രക്ഷേപണം നടത്തിയ എല്ലാ കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വായിച്ചാലേ പറയാൻ പറ്റൂ. എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത്? ആ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. എങ്ങനെ വന്നു? അങ്ങനെയാണെങ്കിൽ ഈ അങ്ങയുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് പ്രസാദനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നു എന്നാണ് പറയുന്നത്. പ്രസാദനം ചെയ്യുന്നു പറഞ്ഞ് DC ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അവരുടെ ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് ഹാൻഡിലും ഒക്കെ എടുത്തിട്ട് അത് ജയരാജനെ ടാഗ് ചെയ്തിട്ടുണ്ട്. ജയരാജന്റെ പേരോടുകൂടി ആ പേജിനോടുകൂടി ടാഗ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജയരാജൻ അറിഞ്ഞിട്ടില്ല. എവിടെ? അയ്യോ, ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കൊടുത്താലും ഞാൻ ഉത്തരവാദി. ഞാനെവിടെ നിന്ന് അറിയുന്നത്? ഞാൻ ഇന്ന് അറിയുന്നത് ഇന്നലെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് എനിക്കൊരു പരിപാടിക്ക് പോകണം. ഇറങ്ങി നോക്കുക, ടെലിവിഷൻ ചാനൽ വെച്ചപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു DC ബുക്കിൻ്റെ ആളെ. ഇങ്ങനെ നിങ്ങളുടെ കൊടുത്തു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വാർത്ത കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആൾ ഇവിടെ ഇല്ല, അദ്ദേഹം വിദേശത്താണ്. ഞാൻ അയാളോട് അടിയന്തരമായി വിളിക്കാൻ പറ. ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരു സ്ത്രീ പിന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല സാർ. DC ബുക്സിൻ്റെ ആൾ തന്നെ വിളിച്ചു എന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ. അയാൾ വിദേശത്താണ്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്തരത്തിൽ വാർത്ത കൊടുത്തത്? അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പരിശോധിക്കാം, അത് കോട്ടയത്ത് നിന്നായിരിക്കും. പിന്നെ പരിശോധിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ കൊടുക്കാത്ത കാര്യം ഞാനതിലാണ് ചോദിക്കേണ്ട കാര്യം. എന്ത് കാര്യത്തിന്? എൻ്റെ ഞാൻ കരാർ കൊടുക്കാത്ത ഞാൻ അയാളോട് ചോദിക്കണോ? അതിനല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ അയാളോട് നിങ്ങൾ കരാർ ഇതിനോട് ചോദിക്കണം. അതുകൊണ്ടല്ലേ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചത്. എഴുതാൻ കൊടുത്ത ആളുകളോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇതെങ്ങനെയാണ് നിങ്ങളെ വിധം ഇങ്ങനെ ചോർത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഭാഗം നോക്കിയിട്ടുണ്ട്, അവരോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ സാധാരണഗതിയിൽ വിശ്വസിക്കാവുന്ന ആളാണ്, പത്രപ്രവർത്തകരാണ്. ഇന്നവരങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അത് അദ്ദേഹത്തോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എഴുതി കൊടുത്ത് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളതിൽ നിന്ന് ഇത് മോഷണം പോയിട്ടുണ്ടോ, ഇത് എങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ഏതെങ്കിലും ആളുകൾ സൂത്രത്തിൽ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ ഇല്ല, അദ്ദേഹം പുറത്തൊരു സ്ഥലത്ത് പോയതാണ്. 2 ദിവസം കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അപ്പോഴേക്ക് അദ്ദേഹം വന്ന് ഇത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല. പരിശോധിച്ച് കണ്ടെത്തിയാൽ ഞാൻ അപ്പോൾ പറയാം. കോൺഗ്രസിൻ്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഞാനിതിൽ കാണുന്നത്. നിങ്ങൾ ഞാൻ അത് ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധപ്പെടുത്താം. മിനിഞ്ഞാന്ന് പിന്നെ ഇവിടെ ഒരു കുഴൽപ്പണം പിടിച്ചില്ലേ? എന്ത് പറഞ്ഞിട്ട് ഒരു 20 ലക്ഷം. ആ വാർത്ത എങ്ങനെയാണ് 24 മാതൃഭൂമി കൊടുത്തത്? എങ്ങനെയാണ് എന്താ കൊടുത്തത് നിങ്ങൾ കണ്ടോ? എൻ്റെ പേരിലെ അച്ചടിച്ച് വന്നത്. അനിലക്കനെ ആരോപണം ഇങ്ങനെ പറഞ്ഞാൽ കൊടുക്കുമോ?
അനിൽ അക്കരയോട് എന്താ തെളിവുള്ളത് ചോദിച്ചോ? അല്ല, അനിൽ അക്കരയോട് ചോദിച്ചോ? അനിൽ അക്കരയുടെ ആരോപണം അയാൾ പറയും, അനിൽ അക്കരയുടെ ആരോപണം അയാൾ പറയുമ്പോൾ നിങ്ങൾ കൊടുത്തു, പിന്നെ നിങ്ങൾ അടിച്ചു കൊടുത്തില്ലേ? പി ജയരാജനാണ് എന്താ അയാൾ പേര് സാജെന്നോ അയാളെ അയച്ചതെന്ന്? എത്ര തെറ്റായ വാർത്തയാണ് നിങ്ങൾ കൊടുത്തത്? ഞാൻ ചോദിക്കുന്നത് എത്ര തെറ്റായ വാർത്തയാണ് കൊടുത്തത്? എങ്ങനെ കൊടുക്കുക? ജയരാജൻ ഇപ്പോൾ പറയുന്നു അങ്ങനെ ആരോപണം ഉന്നയിച്ചു അല്ലക്കരക്കെതിരെ മഹാരാഷ്ട്ര പണമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതെ, നിങ്ങൾ ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതാണ്. എനിക്കതിലൊന്നേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കലാണ് പത്രധർമ്മം എന്നാണ് നിങ്ങൾ ധരിച്ചതെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ധരിച്ചതെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ആരോപണം ഉന്നയിച്ച് ഞങ്ങൾ കൊടുക്കുമോ? ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കൊരു നിലവാരം വേണം. ഇത് കോൺഗ്രസ് അല്ലേ അയാൾ? അപ്പോൾ കോൺഗ്രസ് എന്തിനാണ് ഈ ആരോപണം ഉന്നയിച്ചത്? അവർ കള്ളപ്പണവുമായി നടക്കുകയാണ്. ഞാൻ പറയട്ടെ അവർ കള്ളപ്പണവുമായി നടക്കുകയാണ് വോട്ട് പിടിക്കാൻ, വോട്ട് വാങ്ങാൻ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വ്യാജ ഐഡൻറ്റിറ്റി കാർഡ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സീലും ഒപ്പും വെച്ചുകൊണ്ടുള്ള ഐഡൻറ്റിറ്റി കാർഡ് എത്രമാത്രം കള്ളവോട്ടാണ് ചേർത്തിരിക്കുന്നത്? നേരത്തെ തന്നെ കള്ളവോട്ട് മറ്റു മണ്ഡലത്തിൽ ഇപ്പോൾ വോട്ടിൽ തിരഞ്ഞെടുപ്പില്ലല്ലോ. അവിടെ നിന്ന് കോൺഗ്രസ് ഐക്കാർ നൂറുകണക്കിന് ആളുകളെ കൊണ്ടുവന്ന് കള്ളവോട്ട് ഇവിടെ ചേർത്തു. അങ്ങനെ കള്ളവോട്ട് ചേർത്തിട്ട് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയുന്നതാണോ? ഒരു കള്ളവോട്ടുകാരന് ഇവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല. ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇങ്ങനെ ഈ മണ്ഡലത്തിൽ ഇല്ലാത്ത കുറേ ആൾ മറ്റു മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ഐക്കാർ ഇവിടെ കൊണ്ടുവരിക, കള്ളവോട്ട് ചേർക്കുക, കള്ളപ്പണം ഒഴുക്കുക, ആ പണവും ബാഗും കൊണ്ട് നടക്കുക, സ്ഥാനാർത്ഥി തന്നെ പണം വിതരണത്തിന് നടക്കുക. എന്താണ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കല്ലേ ഇത്? നിയമ നടപടി സ്വീകരിച്ചോളൂ. നിയമപരമായിട്ട് നിങ്ങൾക്ക് നിയമപരമായ നടപടി സ്വീകരിക്കും. ഇത് ഞാൻ സമ്മതിക്കാറൊന്നുമില്ല. നിഷേധിച്ചത് തന്നെ. അത് നിങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ വരുത്തരുത്. ഞാൻ ഏത് കാര്യം അങ്ങനെ നിഷേധിച്ചത് പറഞ്ഞു? വൈദേഹ് എന്നാ രാജീവ് ചന്ദ്രശേഖരൻ എന്താ അതിലുള്ളത്? രാജീവ് ചന്ദ്രശേഖരൻ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് പറ? എന്താ അതിലുള്ളത്? രാജീവ് ചന്ദ്രശേഖരനും അതുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, ഞാനിത് കേട്ടെ. ഇതാ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ സമീപിക്കുന്നത്. ആദ്യം നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കൂ. തെറ്റുകൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കൂ. DCയുമായിട്ട് ഒരു കരാറുമില്ലെന്ന് മാത്രമല്ല, ഞാനിത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന്. കൊടുത്തു. അല്ല, ഇന്നലെ കൊടുത്തിട്ടല്ലേ ഉള്ളൂ. കൊടുക്കുമ്പോൾ തന്നെ നടപടിയിലേക്ക് വരാൻ കഴിയുമോ? ഒരു നടപടി ക്രമമില്ലേ? അത് അവരോട് ചോദിക്കണം. അത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. അല്ല, അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് അജ്ഞതയാണ് ഈ പറയുന്നത്. ഒരാൾക്ക് ആത്മകഥ എഴുതാൻ അയാൾക്ക് അധികാരമുണ്ട്. ആത്മകഥ അങ്ങനെ എഴുതുന്നത് ലഘുലേഖകളാകട്ടെ, പുസ്തകങ്ങളാകട്ടെ, ആത്മകഥയാകട്ടെ, അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് പാർട്ടി അനുവാദം വാങ്ങണം. ഞാൻ എൻ്റെ പുസ്തകം ഇതുവരെ തയ്യാറായില്ല. തയ്യാറായി കഴിഞ്ഞ് ഞാനിത് പ്രസാദനം ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കോപ്പി എൻ്റെ പാർട്ടിയെ കാണിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് ഇത് അനുവാദം തന്നാലേ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് വിദേശത്ത് പോകണമെങ്കിൽ പാർട്ടി അനുമതി വേണം, എന്നാലേ പോകാൻ പറ്റൂ. DC ബുക്കിൽ എന്ത് ചർച്ച നടത്താൻ അവരെന്നോട് വന്നിരിക്കുന്നു. അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ. ഞാൻ എന്നോട് ചോദിച്ചിരുന്നു. ആര് ഫോണിൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മാതൃഭൂമിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുണ്ട്, എല്ലാം നോക്കിയിട്ട് തീരുമാനിക്കുക, ഇപ്പം നിശ്ചയിക്കുന്നില്ല. പ്രതിപക്ഷവും BJP പറയുന്നത് പി ജയരാജൻ CPM തീരുമാനിച്ചു. ഇവിടെ വന്നത് തന്നെ CPM ഭീഷണിപ്പെടുത്തിയുകൊണ്ടാണ്.
ഒരു കാരണവശാലും ഭയപ്പെടേണ്ട, സംരക്ഷിക്കാമെന്ന് സുരേന്ദ്രൻ പറയുന്നു. ഇ.പി. ജയരാജൻ ഒരു കാര്യം കൂടി ഞാനിത് പറയട്ടെ. ഇവിടെ പാലക്കാട് തന്നെ സുരേന്ദ്രൻ്റെ നേരെ നടക്കാൻ പറ്റുമോ? പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഗ്രൂപ്പ് തമ്മിൽ എപ്പോൾ സുരേന്ദ്രൻ ഇവിടുന്ന് അടി കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ആ സുരേന്ദ്രനാണ് ഇത് പറയുന്നത്. ഇവിടെ ഗ്രൂപ്പായിട്ട് അടിയും പിടിയും നടക്കല്ലേ? അവിടെ ശാഖയിൽ ഇപ്പം അടി നടക്കല്ലേ? RSSൻ്റെ ശാഖയിൽ ഇതിൻ്റെ പേര് അടി നടക്കല്ലേ? സുരേന്ദ്രൻ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ പുറപ്പെട്ടായില്ല. കൃഷ്ണകുമാറുമായിട്ട് അടി നടക്കല്ലേ? BJPക്കകത്ത് തന്നെയാണ് ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനകത്തോ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പറഞ്ഞു. മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയില്ല. മുരളീധരൻ അസംതൃപ്തിയുമായി നടക്കുകയല്ലേ? ഇതാണ് കോൺഗ്രസിനകത്തും BJPക്കകത്തും ഉള്ളത്. ഇവർ രണ്ടും ഇവിടെ പരാജയപ്പെടും. അതൊക്കെ മാനസിക രോഗം ഉണ്ടാവും. ഈ ആത്മകഥയിൽ ഒരു ആസൂത്രണം ഉണ്ടായി എന്ന് പറയുന്നത് ഇപ്പൊ വന്നത് ഇതിൽ ആരുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? പാർട്ടിക്കകത്തുള്ള ആളാണോ പുറത്തുള്ള ആളാണോ ഒരു ആസൂത്രണം? ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം അത് ചോദിച്ചു. അതിന് ഞാനൊരു മറുപടിയും പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വ്യക്തത വരുത്തിയാലേ എനിക്ക് പറയാൻ പറ്റും. ആരാണെന്നുള്ളത് അന്വേഷിച്ചാലല്ലേ പറയാൻ പറ്റൂ സുഹൃത്തെ. ഞാനത് മാസങ്ങളായി ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് ഒരു പ്രസിദ്ധീകരണക്കാരോടും ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല. DC ബുക്സുകാർ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് മാതൃഭൂമിക്കാരും ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ ശശി എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആലോചിച്ച് പുസ്തകം തയ്യാറാകട്ടെ. പിന്നെന്താ, ഞാൻ എൻ്റെ ഇവിടുത്തെ അത് എല്ലാ പുസ്തകങ്ങളും ഇങ്ങനെ തന്നെയാണോ കൊടുക്കേണ്ടത് എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ചിന്തയിൽ തന്നെ കൊടുക്കണമെന്നാണോ? അല്ല, നിങ്ങളുടെ പുസ്തകങ്ങൾ ചിന്തയിൽ കൊടുക്കുമോ? ഇവിടെ പ്രസിദ്ധീകരണശാലകൾ ഒരുപാടുണ്ട്. ആ പ്രസിദ്ധീകരണശാലകൾ അവർ സമീപിക്കാറാണ്. ചിന്ത എന്നോട് സമീപിച്ചാൽ ഞാൻ അന്നേരം ഇപ്പം ഞാനൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ചിന്ത പബ്ലിക് ചിന്തയോട് എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് ഞാൻ പറയില്ല. തെറ്റാണത്. എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് അവരോട് ഞാൻ പറയില്ല. ഒരാളോടും പറയില്ല. ഞാൻ ഒരു പുസ്തകം തയ്യാറാക്കുന്നു. ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണം എന്ന് മാതൃഭൂമി ചോദിക്കുന്നു, DC ബുക്സ് ചോദിക്കുന്നു. അത് ചിന്ത ചോദിച്ചാൽ ഞാൻ അന്നേരം അത് ആലോചിച്ചിട്ട് നിലപാട് പറയും. ഈ പ്രസിദ്ധീകരണം DC നടത്തുകയാണ്, അവരാണ് ആദ്യം അറിയിച്ചത്. പക്ഷേ ഈ പരാതി DGP കൊടുത്തതിൽ DC-ക്കെതിരെ ഒരു പരാമർശമില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ഉണ്ടല്ലോ, DC-ക്കെതിരെ പരാമർശം. എൻ്റെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ DC ഉൾപ്പെടുത്തും. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുമല്ലോ. ഇനി എൻ്റെ അടുത്തുനിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഞാനത് പറയല്ലോ. അവരെൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറയും. നിങ്ങൾക്കതാണ് ഇപ്പോഴും മനസ്സിലാകാത്തത്. ഞാൻ പ്രസാധകൻ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകം ഞാൻ അറിയാതെ അതിലെ കുറേ കാര്യങ്ങൾ ചാനലിൽ വരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പ്രസാധനം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം കണ്ടിട്ട് പോലും നിങ്ങളിൽ എന്താ ഈ സംശയത്തിൻ്റെ ബാക്കി? എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞു മനസ്സിലായില്ല. താങ്കളുടെ ആത്മകഥയുടെ ഭാഗങ്ങൾ ആണെന്ന് പറഞ്ഞിട്ട് DC ഒരു FB കുറിപ്പിടുക ഉടൻ പ്രസിദ്ധീകരിക്കുന്നു പറഞ്ഞിട്ട് അവർക്കെന്താ അതിൻ്റെ അധികാരം? പക്ഷേ താങ്കൾ നിഷേധിക്കുന്നു. DC-ക്ക് ഞാൻ അങ്ങനെ കരാർ കൊടുത്തിട്ടില്ല, പ്രസിദ്ധീകരിക്കാൻ DC ഏൽപ്പിച്ചിട്ടില്ല താങ്കൾ പരസ്യമായി പറയുന്നു. DC-ക്കെതിരെ ഇപ്പോൾ താങ്കളെയും പാർട്ടിയും വലിയ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ട് പോലും DC-ക്കെതിരെ എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല? ഇന്നലെ വക്കീൽ നോട്ടീസ് കൊടുത്തത് അവർക്കാ. നിങ്ങളിത് മനസ്സിലാക്കാത്തതുകൊണ്ട് വക്കീൽ നോട്ടീസ് അല്ല, അതിനുള്ള നിയമ നടപടി ഒന്ന്. രണ്ടാമത്തത് ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ചിട്ടുള്ള പോലീസ് നടപടി. ഇത് രണ്ടും ഞാൻ പ്രൊസീഡ് ചെയ്യണം.
പോലീസ് നടപടി DC-ക്കെതിരെ അതല്ലേ DGP കൊടുത്തത്. അതിനുശേഷവും ഈ പറയുന്ന DGP കൊടുത്തത് ഇന്നലെയാണ്. ആരും ഒരാൾ DGPക്ക് നൽകിയ പരാതി ഒന്ന് ക്ലിയർനെസ്സിന് വേണ്ടിയിട്ടാണ്. DGPക്ക് നൽകിയ പരാതിയിൽ DC ബുക്സിനെതിരെ അന്വേഷണം വേണമെന്ന് EP ഞാൻ അങ്ങനെയല്ല പറയേണ്ടത്. എൻ്റെ പുസ്തകം അനധികൃത DC ബുക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചില്ല. എൻ്റെ ആത്മകഥ സംബന്ധിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ കുറേ വശങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു. ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല. ഇത് ഉദ്ഘാടനമെന്ന് പറയുന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, അത് സംബന്ധിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ DGP കൊടുത്ത പരാതി. എൻ്റെ ബുക്കിന്റെ പരസ്യം കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഞാൻ അതാണ് നിയമ നടപടികൾ ചെയ്തത്. ഞാൻ ഈ പേര് കൊടുക്കുമോ? എന്നെ പരിഹസിക്കുന്ന ഒരു പേര് ഞാൻ കൊടുക്കും. നിങ്ങൾക്ക് ആ ബുദ്ധിയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കട്ടെ. ഞാനല്ല, അതാ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നത്. DC അങ്ങനെ പറയുമ്പോൾ തന്നെ അത് ഞാൻ പറഞ്ഞു വരുന്നത് അല്ല, DC ബുക്സ് എല്ലാ കാര്യം പറഞ്ഞാലും പിന്നെ എനക്കെന്തിനാ മടി? അല്ല, നിങ്ങൾ പറ, എന്തിനാ മടി? DC ഞാനൊരു പരാതി കൊടുക്കുന്നത് വസ്തുതാപരമായി എൻ്റെ അറിവുകൾ വെച്ചുകൊണ്ട് കൊടുക്കുകയാണ്. അത് രണ്ട് വഴിയാണ്. ഒന്ന് നിയമ നടപടി, അത് DC ബുക്സിൻ്റെ ആൾക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞു, ലീഗൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. മറ്റേത് ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ച് ഞാനറിയാതെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം, ആ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. അത് ക്രിമിനൽ നടപടിക്രമം ഗുരുതരമായ കുറ്റമാണ്. അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് കൊടുക്കുന്നു. ഇതാണ് ചെയ്യേണ്ടത്. അല്ല, ഞാനിപ്പോൾ ഏതായാലും ഒരു കാര്യം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് എൻ്റെ ആത്മകഥ എന്ന് എല്ലാവരെയും അറിയിക്കാൻ അധികം കാലതാമസം വരാതെ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് പൂർത്തിയായാൽ മാത്രമേ പറ്റൂ. അത് പാർട്ടി മെമ്പർ ചെയ്യേണ്ട പ്രോസസ്സാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ആർക്കാ കൊടുക്കണം തീരുമാനിച്ചിട്ടില്ല. അല്ല, അതെല്ലാം നിങ്ങൾ തീരുമാനിച്ചു, അതിനൊന്നും മറുപടി അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഉത്തമനായൊരു സ്ഥാനാർത്ഥിയോടെ മത്സരിക്കുകയാണ്. ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഭാഷകൾ, അതിൻ്റെ സവിശേഷതകളുണ്ട്. ഞാനിപ്പോൾ ഊതിക്കാച്ചിയ പൊന്നുപോലെയാണ് സരിൻ എന്ന് ഞാൻ പറയുന്നു. അല്ല, ഞാൻ പറയുന്നു പല പദങ്ങളും ഉപയോഗിക്കും. പച്ചമണ്ണിന്റെ മനുഷ്യമുള്ള പച്ചയായ മനുഷ്യനാണ് EP എന്നാണ് തിരിച്ച് EP കുറിച്ച് പറഞ്ഞത്. സരി അങ്ങനെ പറഞ്ഞു. വിവാദം ഉണ്ടായിട്ട് സരി പറഞ്ഞത് EP കുറിച്ച് പറഞ്ഞ പച്ചമണ്ണിന്റെ പച്ചയായ മനുഷ്യനാണ് EP. അദ്ദേഹത്തിന് ബഹുമാനം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി. അങ്ങനെ പറയാറില്ലേ? ഞങ്ങളുടെ പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയാറില്ലേ? EP ജയരാജന്റെ പേര്, EP ജയരാജന്മാരി പാരമ്പര്യമുള്ള ത്യാഗനിർഭരമായ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നിന്നുവെന്ന് പാർട്ടി പറയുന്ന ഒരു സഖാവിന്റെ പേരിൽ വളരെ വ്യക്തമായ രീതിയിൽ ഇത്തരത്തിൽ ഒരു പുസ്തകം വന്നതിന് ശേഷം അതിൽ കൃത്യമായ രീതിയിൽ MMS അടക്കമുള്ള ആളുകൾ അങ്ങനെ സ്വീകരിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ടും മറുപടി DC-യെ കേന്ദ്രീകരിച്ചാകുന്നില്ല. അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. സാമാന്യമായൊരു ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ പറ്റുന്ന മറുപടിയല്ല. അതായത് ഇപ്പോൾ പുസ്തകം ഒരാൾക്ക് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു, ഭാഷാശുദ്ധി വരുത്താൻ, അതിനുശേഷം അത് ചോർന്നു പോയിട്ടുണ്ടോ, അത് മോഷണം പോയിട്ടുണ്ടോ, അത് കൈമോശം ഇങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാനത് പറഞ്ഞു എഴുതില്ലേ? അത് 3 പ്രാവശ്യമായിട്ടായി നിങ്ങൾ എന്നെ ചോദിച്ചോണ്ടിരിക്കും. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും,
ഈ ടെലിവിഷനിൽ വന്നിട്ടുള്ള ചാനലുകളിൽ വന്നിട്ടുള്ളതെല്ലാം ഞാൻ എഴുതിയ പുസ്തകത്തിലുള്ളതല്ല. എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം അതാണ്. അതിൻ്റെ ഇപ്പോൾ വന്നു എന്ന് പറയുന്ന പേജുകളും ബുക്കുകളൊന്നും ഞാൻ കണ്ടതുമല്ല. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ ഞാനിങ്ങനെ ഓരോ പോർഷനായിട്ട് എല്ലാം എഡിറ്റ് ചെയ്ത് തയ്യാറാക്കി വെക്കാൻ ചുമതലപ്പെടുത്തി നടന്നുകൊണ്ടിരിക്കുന്നു. അത് മുഴുവൻ വന്നു കഴിഞ്ഞാൽ ഞാനത് വായിച്ച് അതിനകത്ത് വല്ല തിരുത്തലുകൾ വേണമെങ്കിൽ അതൊക്കെ വരുത്തി അത് ആരെ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിക്കണം എന്നാലോചിച്ച് കൊടുക്കും. ഇല്ല മനസ്സിൽ കണ്ടില്ല. അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നിങ്ങൾക്ക് വിശ്വസനാണ്. അദ്ദേഹത്തെ നിങ്ങൾ വധിക്കാൻ പുറപ്പെടും. തികച്ചും അടിസ്ഥാനരഹിതമാണ്. നിങ്ങൾ കൊടുക്കുന്ന പല വാർത്തകളും തെറ്റാണ്. ആ നല്ല ഗവൺമെൻറ്റാണ്. നിങ്ങൾ കേരളത്തെ ഒരു പുതിയ കേരളമാക്കുകയാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന പോലെ വികസനം എവിടെയാണ് നടക്കുന്നത്? ഈ കേരളത്തിൻ്റെ ഗ്രാമമേഖല മുഴുവൻ നോക്കുക, ഒരു പുതിയ ഉണർവല്ലേ. ഇവിടെ പാലക്കാട് നെൽകൃഷിക്കാരുടെ നാടാണ്, നെല്ലറയുടെ നാടാണ്. ഇവിടെ കൃഷിക്കാർ കഴിഞ്ഞ വർഷം 12,000 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. ഈ വർഷം 15,000 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. ആ നെല്ല് സംഭരിച്ച് കൃഷിക്കാർക്ക് മുഴുവൻ കാശ് കൊടുക്കുന്നു. ഇനി പാലക്കാടിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കണം. സരിൻ ജയിച്ചു വന്നാൽ ഈ പാലക്കാട് ഒരു പുതിയ പാലക്കാടായിരിക്കും. ഇവിടെ ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും റോഡുകളും പാലങ്ങളും അതുപോലെ ടൗൺ ഹാളുകളും കൺവെൻഷൻ സെൻ്ററുകളും വിശാലമായ സാംസ്കാരിക കേന്ദ്രങ്ങളും കളിസ്ഥലങ്ങളും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ചികിത്സാ സൗകര്യങ്ങളൊക്കെ വളരെ വേഗം ലഭ്യമാകാൻ കഴിയുന്ന തരത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ എല്ലാം സ്ഥാപിച്ചുകൊണ്ട് ഈ പാലക്കാട് ഒരു തിലകക്കുറിയാക്കി മാറ്റും. അതിനുവേണ്ടി നിങ്ങളെല്ലാം സരിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ള നടപടികൾ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഇനിയും വേണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകാം. ഇനി ഇലക്ഷന് ശേഷം വേണമെങ്കിലും ഉണ്ടാകാം. പോരെ? അല്ല, അത് മാത്രമല്ല, ജയരാജേട്ടനെ പോലെ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർ എല്ലാവരും ഇവിടെ വന്നിട്ടുമില്ല. അതും നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും വന്നിട്ടില്ല. ജയരാജേട്ടനെ പോലെ അപ്പൊ ശരി, എല്ലാവരും വിവാദം കഴിഞ്ഞോ? വിവാദം നിങ്ങൾ ഉണ്ടാകുന്ന ശരി. EP ജയരാജൻ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. ദീർഘമായ വാർത്താസമ്മേളനമാണ് അവിടെ അദ്ദേഹം നടത്തിയത്. P സരിൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വളരെ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് അദ്ദേഹം വളരെ ആവർത്തിച്ച് പറഞ്ഞു. P സരിൻ വിജയിക്കുകയാണെങ്കിൽ അവിടെ പാലക്കാട്ട് ആശുപത്രികളടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസന കാര്യങ്ങൾ വളരെ സജീവമായി തന്നെയും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സരിനെ പ്രശംസ കൊണ്ട് മൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. P സരിൻ അവസരവാദപരമായ നിലപാടെടുത്ത് ഇപ്പുറത്തേക്ക് വരികയായിരുന്നുവെന്ന് ഇന്നലെ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന, അദ്ദേഹം പിന്നീട് നിഷേധിച്ച ആത്മഹത്യക്കകത്തുണ്ട് എന്ന് മാധ്യമങ്ങളുടെ വലിയ വാർത്തയായിരുന്നു. പക്ഷേ അക്കാര്യങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് EP ജയരാജൻ വാർത്താസമ്മേളനത്തിൽ ചെയ്തത്. P സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. അതേ തുടർന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞത്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആത്മകഥ പ്രസിദ്ധീകരണത്തിന് പോയതിനെ നിഷേധിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. DC ബുക്സിന് ഒരു വിധത്തിലും ഇക്കാര്യത്തിൽ അനുമതി നൽകിയിട്ടില്ല താൻ എന്ന് അദ്ദേഹം പറഞ്ഞു. മാസങ്ങളായിട്ട് പക്ഷേ താൻ ഈ പുസ്തകം എഴുതുന്നുണ്ട്, പക്ഷേ DC ബുക്സിന് എങ്ങനെയാണത് പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നതെന്ന് അവർ വ്യക്തമാക്കട്ടെ എന്ന നിലപാടാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. വളരെ വിശദമായിട്ടുള്ള വാർത്താ സമ്മേളനമായിരുന്നു.